ഈ വെക്കേഷൻ ടൈമിൽ ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ അതാ പിടിച്ചോ, നിങ്ങളുടെ 3 കിട്ടില്ല സ്പോട്ടുകളാണിത്. ഹായ്, ഞാൻ ലക്ഷ്മി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറക്കൊക്കെ തന്നെയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ ഊട്ടിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണോ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റത്തെ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർണാടക ഗാർഡൻ ആണ് കേട്ടോ. ഈ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണിത്. 100 രൂപ എൻട്രി ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 2-3 മണിക്കൂർ കാണാനുള്ള സംഭവങ്ങൾ തന്നെയുണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് ഇവിടെ സമയപരിധികളൊന്നുമില്ല. ഈ നടക്കാൻ പറ്റില്ല പ്രായമായവർക്കൊക്കെ പ്രത്യേകിച്ച് വണ്ടി സൗകര്യങ്ങളും ഉണ്ട്. ഈ കാണുന്ന ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല റെസ്റ്റ് എടുക്കാനും യാത്ര ചെയ്ത് ക്ഷീണിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാനും പറ്റും. പിന്നെ ഇതേ ക്ലിയറിൽ നിങ്ങൾക്ക് വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരാണെങ്കിൽ ഇതിലെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. ഒരു സെറ്ററോ ജാക്കറ്റോ കയ്യിൽ കരുതാൻ മറക്കണ്ട കേട്ടോ. സെക്കൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ കിലുക്കൻ സിനിമയിലൊക്കെ ഫേമസ് ആക്കിയ ഷൂട്ടിംഗ് പോയിൻ്റ് ആണ് കേട്ടോ ഇത്. 100 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. അത് മാത്രമല്ല, ഇങ്ങോട്ടേക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കും അലോഡല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുട്ടികൾക്കൊക്കെ വെള്ളം എടുക്കാൻ പറ്റുമെന്ന്? പറ്റില്ല. ഇതേപോലെയുള്ള വാട്ടർ ATM വഴി നമുക്ക് എത്ര രൂപയ്ക്കാണ് ആ വെള്ളം വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അവർ കപ്പിലായിരിക്കും തരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഊട്ടിയിൽ ഒരു സ്ഥലത്തും പ്ലാസ്റ്റിക് അലോഡല്ല കേട്ടോ. ഊട്ടിപ്പൂ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൽ ഊട്ടിപ്പൂ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 വർഷത്തോളം നമ്മുടെ വീട്ടിലേക്ക് ഈ ഊട്ടിപ്പൂ വാടാതെ നിൽക്കുമെന്നാണ് പറയുന്നത്. അടുത്ത സ്പോട്ട് വരുന്നത് നമ്മുടെ ബോട്ട് ഹൗസ് ആണ്. ഊട്ടിയിൽ വരുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ ബോട്ട് ഹൗസ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് ഉണ്ടാവും, നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ടാവും, ഫുഡ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ പാനിപ്പൂരി, ചോളം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവല്. എൻട്രി ടിക്കറ്റിന് 100 രൂപയാവുന്നുള്ളൂ. ബോട്ടിങ്ങിന് 170 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഊട്ടിയിലെ മിനി ട്രെയിൻ വരുന്ന സ്പോട്ടും കൂടിയാണ് കേട്ടോ ഈ ബോട്ട് ഹൗസ്. ഇവിടെയും പ്ലാസ്റ്റിക് ഒന്നും അലോഡ് അല്ല കേട്ടോ. അപ്പോൾ അടുത്ത സ്പോട്ട് വരുന്നത് നമ്മുടെ ടീ ഫാക്ടറിയാണ്. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നല്ല ചോക്ലേറ്റ് കിട്ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാനും പറ്റും. നല്ല അഫോർഡബിളായ പ്രൈസിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് മേടിക്കാനും പറ്റും. ഊട്ടിയിൽ ഒരുപാട് ചോക്ലേറ്റിൻ്റെ കടകൾ ഉണ്ടെങ്കിലും ഇതേപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കണ്ട് മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഊട്ടിയിലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മറക്കാതെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ടീ ഫാക്ടറി. ഈ ടീ ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത്. 30 രൂപ എൻട്രി ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് കംപ്ലീറ്റ് കാണാൻ പറ്റും. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അവിടുത്തെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചായയും കൂടെ കിട്ടും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ടീ ഫാക്ടറിയിലെ ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയ ചായപ്പൊടി മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ. ടീ ഫാക്ടറി കണ്ടതിന് ശേഷം അതിൻ്റെ അകത്തൂടെ തന്നെ നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് കയറാൻ കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റ് കടകളെ അപേക്ഷിച്ച് നല്ല ചോക്ലേറ്റ് തന്നെ നിങ്ങൾ കിട്ടും. അപ്പം വെക്കേഷനൊക്കെയാണ്, ആരും മറക്കണ്ട ഈ സ്പോട്ട്.